ഹലോ ഗായ്സ്, ഞങ്ങളുടെ A3യുടെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ള അഹമ്മദാബാദ് എയർപോർട്ടിലാണ്. അപ്പോൾ ഔറംഗാബാദ് ഇനി ഞങ്ങൾ മുംബൈയിലേക്കാണ് പോകുന്നത്. മുംബൈയാണ് ഇന്നത്തെ ദിവസം മൊത്തം നമ്മൾ കാണാനായിരിക്കും പോകുന്നത്. അപ്പോൾ ഔറംഗാബാദ് എയർപോർട്ടിൽ വന്ന് ഞങ്ങൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല, കുറച്ച് ബിസി ആയിപ്പോയി. കാരണം ഏർലി മോർണിംഗ് 4 o'clock നമ്മൾ എണീറ്റിട്ട് 5 മണിക്ക് 5:20 ഫ്ലൈറ്റാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് ഫ്രഷായി പോകുന്നു. അപ്പോൾ ഇവിടെ വന്ന് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ടൂറൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ യാത്രയിലൊക്കെ ഞങ്ങളെ കണ്ട് നിങ്ങൾ വീഡിയോ എല്ലാം കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തതിന് എല്ലാവർക്കും വളരെ സന്തോഷം. ഇത് നമ്മുടെ ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ലാസ്റ്റ് ദിവസം തന്നെയായിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് യാത്ര തിരിക്കുന്നതായിരിക്കും ഗൈസ്. 12 മണിക്കാണ് ബോംബെ ട്രിവാൻഡ്രം ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ മുംബൈ എത്തിയിട്ട് മുംബൈയിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അങ്ങനെ ഞങ്ങൾ മുംബൈ ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. കൂടുതലുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും നമ്മളടുത്ത് ഇന്ന് മുംബൈ എല്ലാം കറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും. എന്താ പറയുക, നല്ലൊരു 2 ദിവസത്തെ ഫ്ലൈറ്റിലാണ് വന്നത്. ഔറംഗാബാദിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റിലാണ് വന്ന് ലാൻഡ് ചെയ്യുന്നത്. നല്ലൊരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ വന്ന് നല്ലൊരു ഇതായിരുന്നു. നല്ല മേഘങ്ങളൊക്കെ ഫുള്ള് മേഘം വരും. രാവിലെ നല്ല മൂടൽ മേഘങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ടക്ക് എന്ന് പറഞ്ഞുള്ള വരക്കുമായിരുന്നു. അപ്പോൾ ബസ്സിനേക്കാൾ ഭയങ്കര കുലുക്കായിരുന്നു കേട്ടോ. നല്ല എക്സ്പീരിയൻസ്. അപ്പോൾ ഇനി ബോംബെ കാഴ്ചകൾ കൂടുതലായിട്ട് നമുക്ക് അടുത്തായി കാണാം. ശരി, ബോംബെ എത്തി. നമ്മൾ ആ ബ്രിഡ്ജ് അങ്ങനെ കാണുന്ന ആ ബ്രിഡ്ജ് കയറി ഇങ്ങനെ കറങ്ങിയാണ് വന്നത്. ഇത് എനിക്ക് ഉണ്ണിക്കുട്ടൻ ഗിഫ്റ്റ് ചെയ്യുന്ന തൊപ്പിയാണ്. ഇനി തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഗിഫ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും തിരിച്ചു കൊടുക്കില്ല. ഉണ്ണിക്കുട്ടതായിരിക്കുന്നു. ഹായ് പറ ലക്ഷ്മിക്കത് ഹായ് പറ. എനിക്ക് തൊപ്പി ഉണ്ണിക്ക് തൊപ്പി ഗിഫ്റ്റ് തന്നെയാണ്. ഇതായിരിക്കുന്നത്. കുട്ടി ഇപ്പൊ താറെടുത്ത് അടിക്കുങ്ങളെ ജിൻഡാൽ മാൻഷൻ വീടില്ല. പെർമിഷൻ തോന്നണം. ബിഗ് പില്ലർ അതിന്റെ പേരാ.
ഇതായിരിക്കും. ഇത് ഓപ്പൺ വണ്ടി കാണോ? ഇതാണ് അംബാനിയുടെ വീടാണ് ഇത് കാണുന്നത്. അംബാനിയുടെ വീട് കണ്ടു. ഇത് എവിടെ ഏത് അമ്പാന്റെ കാലം അതിപ്പോ അത് വാടക കൊടുത്തിട്ട് ಶಿವಾಜಿ ಅವರ ರಾಜ ಕೇರಳ ರವಿ ವರ್ಮ ಅವರಿಂದ ಅಂದಮಾನಿ ಅವರ ರಾಜ. ಅದೇ ಅದೇ ಶಿವಾಜಿ ಅಲ್ಲೇ ಶಿವಾಜಿ ഞങ്ങളുടെ നാട്ടിൽ തന്നെ പറഞ്ഞു. देखिए दोनों देख लीजिए, ये दोनों हेरिटेज है. എവിടെ കണ്ടേ? ഗേറ്റ് വേ ഓഫ് ദ ഇന്ത്യ. ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. താജ് ഹോട്ടൽ. ഇത് ആക്കിയല്ലേ കേട്ടോ, അവരുടെ എന്ത് പോളിഷ് ഉണ്ട്. ഇത് ഛത്രപതി ശിവജി മ്യൂസിയത്തിൻ്റെ ഒരു ആർട്ട് വർക്കാണ്. ഇതിങ്ങനെയാണ് മ്യൂസിയത്തിൻ്റെ സ്ട്രക്ചർ വർക്കാണിത്. ഇത് അങ്ങനെ ഒരു ഇത് ചെയ്തേക്കുന്നതാണ്. ഇത് അതാ നൂറ്റാണ്ടിൽ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ജുവലറികളാണ് ഇത് വെച്ചേക്കുന്നത്. അതായത് കമ്മൽ, മൂക്കുത്തി, അത്തരത്തിലുള്ള നാണയങ്ങൾ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന നാണയമാണ്.
നൈറ്റ് നഗര കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടലിൻ്റെ അപ്പുറം ബിൽഡിങ്ങുകളാണ്. ഇത് കടലിന്റെ അടിയിൽ കൂടെ ഒരു ടണലാണ് പണി കഴിച്ചിട്ട് അത് ഉൾക്കാനായിട്ടില്ല പണി കണ്ടോണ്ടിരിക്കുന്നത്. മുംബൈ നഗരക്കാഴ്ച നൈറ്റ് വൈബാണ്. ഹലോ ഗെയ്സ്, അപ്പോൾ 3 ദിവസത്തെ ഞങ്ങളുടെ ടൂർ അവസാനിച്ച് ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താണ്ട് തിരിച്ച് വീട്ടിലോട്ട് വരാൻ ഭയങ്കര വിഷമമായിപ്പോയി. പെട്ടെന്ന് ടൂർ തീർന്നതുപോലെ ആയിപ്പോയി. അപ്പോൾ 3 ദിവസം നമ്മൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് 11 രാത്രി ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മുടെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഭയങ്കര ടെൻഷനായിരുന്നു. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു, ബോഡി പാസ്സൊക്കെ വാങ്ങിച്ച് ഫ്ലൈറ്റിൽ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ എക്സ്പീരിയൻസ് 3 ദിവസത്തെ 4 ദിവസം അല്ല, നമ്മുടെ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട പല സ്ഥലങ്ങളും കണ്ടു. വളരെയേറെ സന്തോഷമുണ്ട് എനിക്ക്. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ കണ്ടിരിക്കണം എന്നുള്ളത് നമ്മളെ സ്വന്തം രാജ്യത്ത് തന്നെ നമ്മൾ കാണേണ്ട ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ ചെറുതിനെ കണ്ടുകൊണ്ടിരിക്കണം. ഇനി കുറച്ച് കാണാൻ വേണ്ടി ഉണ്ട്. അതൊക്കെ കാശ്മീരൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത ഈ ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ പോകണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. നവംബർ ഒക്ടോബറിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തിരിക്കണം. ജഗദീഷ് അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ രണ്ടുപേരും പോകാൻ വേണ്ടിയിട്ട്. നല്ലൊരു ട്രിപ്പായിരുന്നു. പക്ഷെ പെട്ടെന്ന് തീർന്നു. പക്ഷെ നല്ല കൂടെ വന്ന എല്ലാവരും നല്ല നല്ല കമ്പനിയായിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും. നമ്മൾ പിരിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. എന്തായിരുന്നാലും നല്ലൊരു ട്രിപ്പായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോ നിങ്ങൾ കണ്ടെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ ട്രിപ്പുകളും പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. എന്തായാലും ഞങ്ങൾ വീഡിയോയെ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഞങ്ങളുടെ ഒരു 4 ദിവസത്തെ പ്രോഗ്രാം അവസാനിപ്പിച്ച് ഞങ്ങൾ കണ്ട കാഴ്ചകൾക്ക് എല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിലും അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ചെറിയ സന്തോഷം നിങ്ങളെയും കൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എയർപോർട്ടിൽ പോയിട്ട് പറ്റുമെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കും, ലാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റാണിപ്പോൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.